ഓക്കെ. അയ്യോ വയ്യ അമ്മേ, ചൂടിന് ക്ഷമിക്കാൻ പറ്റൂല. ഞാനിപ്പോൾ ചാടാൻ പോവാനാക്കി. നീ ചാടണേ. ഓ മടി, ഇപ്പോഴാ സമാധാനം. ചാടറാ, എന്താ ചാടാൻ പറ്റൂലേ? ഇവിടെ മര്യാദ ചാടിക്കോ, ഇത് അടിച്ച് ചാടിപ്പിക്കോ. മര്യാദ ചാടറാ. എനിക്കറിയാം നീ ഇത് കുളിച്ചിട്ട് അത് പല വർഷമായി. വന്നിട്ട് കുളിക്കി. എന്ത് വരാൻ പറ്റൂല, വാളെന്നാ പെട്ടെന്ന്. ഓക്കെ വരുമെന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ. അയ്യോ എങ്ങനെയൊക്കെ കളിക്ക് നോക്കിയിട്ട് കുറച്ച് സമയം പോലും നിൽക്കാൻ പറ്റത്തില്ല. ശരി, മേലോട്ടേക്ക് കയറ്റാം. ഓക്കെ, ഇത് മേലോട്ടേക്ക് കയറ്റാം കേട്ടോ. ഓക്കെ, മേലോട്ടേക്ക് കയറ്റി. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ എത്തിയുണ്ട്. എന്ത് ബലൂണ്, ഈ ബലൂണ് പോലെ ഇതൊക്കെ പൊട്ടിക്കാൻ പറ്റത്തില്ലേ? അത് ബലൂണാണ്. ഇത് വെള്ളത്തിൽ മുങ്ങിയെടുക്കാനാ. ശരി, പ്രശ്നമില്ല. എപ്പോൾ ഞാനത് പൊട്ടിക്കാം ഇപ്പോൾ തന്നെ. ഓക്കെ, കത്തി കൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ അത് പൊട്ടിക്കാം. ഓക്കെ, നമുക്കിപ്പോൾ തന്നെ അത് പൊട്ടിക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. എത്ര പേടിച്ചു കൊടുത്ത്, ഇത് പേടിച്ചു കൊടുത്തിട്ടല്ലോ ഇതൊക്കെ. ഓ അതിനകത്ത് കയറിയത് പൊട്ടിയാ. ശരി ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇതേ പൊട്ടിയിട്ടുള്ളൂ. ശരി, പ്രശ്നമില്ല നമുക്കിപ്പോൾ. ഓക്കെ മര്യാദയ്ക്ക് ഇറങ്ങിക്കോ ലക്കി, മര്യാദയ്ക്ക് ഇറങ്ങിക്കോ. ശരി എന്നാൽ അപ്പോൾ നമുക്ക് ക്ലൈമറ്റ് നോക്കാം. ക്ലൈമറ്റ് ഒരു മിനിറ്റ്, ഇതെങ്ങനെയാണ്? എന്താണ് ചുഴലിക്കാറ്റ് അടിക്കുന്ന പോലെയൊക്കെ ഉണ്ട്? എന്താണ് ഇവിടെ നടക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഇത്ര സമയം അടിക്കുന്ന വെയിലുണ്ടായിട്ട് ഇപ്പോൾ തന്നെ ഇതെങ്ങനെയാണ് സംഭവം? പക്ഷെ നമുക്കിപ്പോൾ തന്നെ ജാക്കറ്റൊക്കെ ഇടിച്ച് പോകാം. ഓക്കെ, ലക്കീനെയും കൂട്ടിക്കൊണ്ട് പോകാം. ലക്കിയുടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല. അതാ ഇങ്ങനെ വെയിൽ അടിച്ചുകൊണ്ടുണ്ടായത്. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിയാട്ടെ. എന്തോ ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു ഉൾക്കത്തുണ്ട് കേട്ടാ, അതാണ് അറിയാത്തത്. ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ കുറച്ച് സമയം എവിടെ പോയി. ഓക്കെ ലക്കി വാ, നമുക്ക് ഇപ്പോൾ തന്നെ പോവാം. നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ. പെട്ടെന്ന് വാ. ഇപ്പോൾ എന്തോ സിറ്റിക്കൊന്ന് പോലെ, നീ പെട്ടെന്ന് പോടാ. ഓ പെട്ടെന്ന് പോവാം. ഇതാണെങ്കിൽ അകത്ത് എന്തോ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് വന്നൂടെ. അയ്യോ, ആ സ്റ്റിക്കി പോകുമ്പോൾ മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നോ. ഓ അങ്ങനെ വന്ന്. ശരി വാ, നമുക്കിപ്പോൾ തന്നെ പോവാം. കാറിലോട്ട് കയറണേ. കാറിലോട്ട് കയറി. എന്തോ സിറ്റിക്കായിട്ട് സഡനായിട്ട് ഇത്ര വലിയ കാറ്റ് കിടന്നാ വരുന്നത്. ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്കിപ്പോൾ തന്നെ മെയിൻ സിറ്റിയിലോട്ട് പോകാം. അതിന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പത്തന്നെ വിലയും കൂടി അതുപോലെ ചെയ്യണേ. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ അടിക്കുന്നതൊക്കെ അറിയണം വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് അടിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓക്കെ എങ്ങനെയൊക്കെ നമ്മൾ കാലത്ത് പോകുന്നതാണ്. ഓക്കെ, എങ്ങനെയെങ്കിലും നമുക്ക് ഇതിനകത്തുള്ള ഉൾക്കൊത്ത് നമുക്ക് കണ്ടുപിടിക്കണം. അയ്യോ കാറൊക്കെ എന്താണ് കാറിനൊന്നും അയ്യോ മര്യാദ കാണാനേ പറ്റുന്നില്ല. ഫുള്ള് മണ്ണ്. കാർ ഓടിക്കുമ്പോൾ ഗ്ലാസിന് വിലക്ക് മണ്ണ് വീഴുന്ന എന്തോ ഇതിൻ്റെ പുറകിൽ എന്തോ ഒന്നുണ്ട്. ഓക്കെ നമ്മൾ പത്തിട്ട് അയ്യോ ഇടത്താറായിട്ടില്ലല്ലോ. ഓക്കെ മാറി മറ്റേത് കണ്ണ് വരെ കാണാൻ പറ്റത്തില്ല ഇതിൽ. ഓക്കെ ഇറങ്ങി. ഓക്കെ ഇവിടെ എടാ ഇവിടെ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കാം. ഓക്കെ ന്യൂസ് പേപ്പർ എടുത്ത് പഠിക്കാം. എന്ത് ഇന്ന് സാൻഡ് സ്റ്റോം വരുവാ? അയ്യോ ഇന്ന് സാൻഡ് സ്റ്റോം വരുമെന്നാണ് പറയുന്നത്. എന്ത് സാൻഡ് സ്റ്റോം എന്ന് വെച്ചാൽ ചുഴലിക്കാറ്റല്ലേ? അയ്യോ നമ്മളിവിടെ സേഫായിട്ടൊന്ന് ഇരിക്കണോ? അപ്പോൾ സാൻഡ് സ്റ്റോം വരുന്നതുകൊണ്ടാ ഇങ്ങനെയൊക്കെ വരുന്നത്. ഓക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ വീട്ടിൽ എസ്കേപ്പ് ആവണം. ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആയി പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് തിന്നാൻ പിടിച്ചൊന്നുമില്ലല്ലോ. നമുക്ക് മാർക്കറ്റ് പോയി ചോദിച്ചിട്ട് വരാം. ഓക്കെ നമുക്കിപ്പോൾ തന്നെ മാർക്കറ്റ് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാം. ഓക്കെ നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ ഓ എന്താടാ ഇത്രയ്ക്ക് വല്ല ലൈന്? ഈ ലൈൻ നിന്നിട്ട് പോകുമ്പോഴത്തേക്കാണ് സാൻഡ് സ്റ്റോം വരുമെന്നാണ് തോന്നുന്നത്. എന്താ ചെയ്യുക ആലോചിക്ക്. അയ്യോ ഇതൊക്കെ കടന്നിട്ട് പോകുമ്പോഴത്തേക്ക് അയ്യോ എത്ര പേരുണ്ട്. സൂപ്പർ മാർക്കറ്റാണോ വേറെ എന്തെങ്കിലും ആണോ? അയ്യോ എത്രയൊക്കെ ലൈനാണിത്. നമുക്ക് അകത്തോട്ട് കയറാം. ഓക്കെ നമുക്ക് എന്ത് അയ്യോ ഇവിടുത്തെ ലൈന് കാണാതെ നമ്മൾ വന്നില്ലേ? അതും ശരിയാണ്, അതും കറക്റ്റാണ്. ഇത്രയ്ക്ക് പേര് ലൈന് വരുന്നപ്പോൾ നമുക്ക് തോന്നുന്ന പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ലൈനിൽ വരാലാക്കി വേറെ വഴിയില്ല. ഓക്കെ
തുറക്ക്. ഓക്കെ നമുക്ക് ലൈൻ നിൽക്കാം. പക്ഷേ ഈ ലൈൻ എപ്പോഴും കഴിയുമ്പോൾ ആർക്കറിയാനാ? ചേച്ചി കുറച്ച് സ്ഥലം വിടുക. അയ്യോ സ്ഥലം വിടില്ല, അതാ തോന്നുന്നത്. കാണുന്ന ലുക്ക് തന്നെ അങ്ങനെ തന്നെ. വടലാക്കി നമുക്ക് ബാക്കിൽ എത്രക്ക് ബാക്കിലാ. ശരി, അതാ പറയുന്നത് വീട്ടിൽ കുറേ സാധനങ്ങൾ മേടിച്ച് വെക്കണമെന്ന്. നമ്മൾ മേടിച്ച് വെക്കാത്ത കൊണ്ടല്ലേ ഇതാക്കി ഇതൊരവസ്ഥ. ശരി, പ്രശ്നം നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അയ്യോ നല്ലോണം കാറ്റടിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വാർത്തയാരല്ലോ. വാ നമുക്ക് പിന്നിൽ പോയിട്ട് നമുക്ക് ഇതോർത്തുള്ള ബോക്സൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല. വാ 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 വാ. ഓക്കെ, പിന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ബോക്സൊക്കെ ഉണ്ട്. ഈ ബോക്സിലൊക്കെ അയ്യോ ഇത് അവിടെ വേറെ ഉണ്ട്. അതാ ഈ കടയുടെ ഓരോ താടെയുള്ള നമുക്കിത് അയ്യോ അവിടെ കൈയ്യങ്ങോട്ടേക്ക് കാണുന്നുണ്ട്. ഈ കണ്ടെന്നാ തോന്നുന്നത്. കണ്ടിട്ടാ തോന്നുന്നത്. പക്ഷെ നമുക്കിതൊക്കെ എടുക്കായിരുന്നല്ലേ. ഇത് ഫുള്ളായിട്ട് എടുക്കാക്കി അങ്ങോട്ടേക്ക് പോയി കളയാൽ. ഓക്കെ, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ശരി, നമുക്കിപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോവാം. ഓക്കെ ലക്കി എല്ലാം കൈ. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ പുറത്തോട്ട് പോവുക? എങ്ങനെയൊക്കെയോ അകത്തോട്ട് കയറി, പക്ഷെ എങ്ങനെ പുറത്തോട്ട് കൊണ്ടുപോവുക? ഓ എന്താണിത്? പോലീസ്? അയ്യോ നമ്മളിന്ന് മോഷ്ടിച്ചതാണെന്ന് തോന്നുന്നത്. മോഷ്ടിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മളെ കേസാക്കിയിട്ട് വേറോട്ടേക്ക് കയറ്റുവാ അറിയില്ല. ശരി, നമുക്ക് ഇപ്പം തന്നെ നമുക്ക് പൊട്ടിയിടാം. ഇല്ലെങ്കിൽ നമ്മൾ സ്ഥലം വേണ്ട ഇപ്പോൾ പൊട്ടിത്തെറിക്കും. ഓക്കെ ലക്കി എല്ലാം ഇതുകൊണ്ടാണോ എപ്പോഴുള്ളതാ? അയ്യോ ഈ ലക്കിനെ കൊണ്ട് വയ്യ എനിക്ക്. നിന്നെ കൊണ്ടാ നമ്മളിപ്പോൾ ജയിലുള്ള. അപ്പോഴേ പറഞ്ഞു നമുക്ക് ലൈന് പോവാതെ. നീ പറഞ്ഞത് കേട്ടില്ല വെച്ചിട്ട് എനിക്ക് വയ്യ. അമ്മേ, എനിക്ക് ഇപ്പോൾ എന്താ ചെയ്യാൻ ആലോചിക്കുന്നത്. അയ്യോ എത്ര സമയത്തേക്ക് ഇവിടെ ഇരിക്കുക? ശരി പറഞ്ഞു, കുറച്ചുകൂടെ ഇവിടെ കിടക്കാം. നല്ലോണം വിശക്കുന്നുമുണ്ട്. ആരും വരുന്നുമില്ല. എത്ര സുഖമാണ്. അയ്യോ ലക്കിക്ക് ഈ സീറ്റ് കിടക്കാം ഞാൻ. എന്തോടോ ഇത്? ഓല്ലോ ഇവിടെ ഇതോടെ ഇത് വണ്ടിൻ്റെ ഓരോ ഇത് അമ്മ കുറയാനപ്പോൾ. ശരി, കുറേ ഇതുണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ട്. നമുക്കിപ്പോൾ തന്നെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആയി പറ്റത്തുള്ളൂ. നമുക്കെന്തോ ഇതിൻ്റെ പിന്നിലെന്തോ ഒരു ഇതുണ്ട്. നമുക്കിപ്പോൾ തന്നെ ഇവിടെ പോവാം. കേട്ടോ, നീ എവിടേക്ക് പോകണം? ഞാൻ പോട്ടെ പോ. ശരി, നമുക്കിപ്പോൾ ഫ്ലൈറ്റ് കൊണ്ട് നമുക്കിപ്പോൾ എൻ്റെ സീക്രട്ട് പ്ലേസ് ഉണ്ടോ? സീക്രട്ട് പ്ലേസിലോട്ട് നമുക്ക് ഇപ്പോൾ തന്നെ പോവാം. ശരി, ഇത് കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ എങ്ങനെയെങ്കിലും നമുക്ക് ഓടിക്കാം. പ്രശ്നമില്ല. ഓക്കെ, എങ്ങനെയെങ്കിലും ഓട്ടേക്ക് എത്തിയാൽ മതി. ഇല്ലെങ്കിൽ പണി നോക്കട്ടോ. ഓക്കെ, നമുക്ക് വേറെ തന്നെ പോവാം. ഓക്കെ, അയ്യോ കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല. മുമ്പിൽ എന്താണെന്ന് പോലും കാണിക്കുന്നില്ല. എല്ലാവരും മുമ്പിലും മാറി. ഇതിലേക്ക് പ്രശ്നം തന്നെയാ. നമുക്കിപ്പോൾ കുറേ ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരം മാത്രം. ഓക്കെ എത്തിയുണ്ട്. അയ്യോ തല പോയിട്ടാണ് വിളിച്ച്. പക്ഷേ നമ്മൾ ഫ്ലൈറ്റ് കൊടുത്തന്നെയുണ്ട്. ഫ്ലൈറ്റിലോട്ട് നമ്മൾ സീക്രട്ട് പ്ലേസിലോട്ട് ഇപ്പോൾ തരുവാ. കണ്ണും കാണാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ എങ്ങനെ കീറാ? നമുക്ക് കീറിട്ട് ഇപ്പോൾ തന്നെ പോവാം. കണ്ണ് കാണുമെന്ന് അറിയില്ലല്ലോ. ഓക്കെ, ഇതിനകത്ത് കാറ്റ് വഴി നമുക്ക് ക്ലിയർ ആവുമെന്ന് തോന്നുന്നത്. നമുക്ക് ഇപ്പോൾ തന്നെ വേണം. ഓക്കെ സ്റ്റോറി ഗോ. ഓക്കെ വീലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എത്ര പോകാം. ഇപ്പോൾ തന്നെ ലാൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ പണ്ടത്തെ പ്ലെയിനായത്. ഈ പ്ലെയിനെടുത്തോടെ തന്നെ നമുക്ക് പോവാം. അയ്യോ ഒന്നും കാണാനേ പറ്റുന്നില്ല. അവിടുത്തെ കാറ്റാണ് നല്ല ശക്തി കാറ്റാ. ഈ കാറ്റൊക്കെ പിടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് കുറേ സമയം പിടിക്കും. മുകളിൽ തന്നെ നമുക്ക് അയ്യോ എവിടെയൊക്കെ പോയിട്ട് ഇടിക്കുകയാണ്. ഇടിച്ചോണ്ടായ നമ്മൾ പ്ലെയിൻ പൊട്ടു വഴിക്ക് നമ്മൾ വിടരുത്. ഓക്കെ വെള്ളം തന്നെ നമുക്ക് എടുക്കാം. കണ്ണൊന്നും കാണാനില്ല. കണ്ണൊക്കെ കൂസുന്ന. അയ്യോ കാണാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ പോട്ട് പോയേ പറ്റത്തുള്ളൂ. കണ്ണേ കാണുന്നില്ല. ഓക്കെ, നമ്മൾ സീക്രട്ട് പ്ലേസ് ഇത് തന്നെയാണ്. ഇതിനകത്ത് പൊട്ടിച്ചിട്ട് അകത്തോട്ട് പോവാം. നമ്മൾ മറ്റേ ഈ സ്ഥലം അറിയാം. അവനിങ്ങോട്ട് കൊന്നോളൂ. നമുക്ക് ഇപ്പോൾ തന്നെ പോവാം. ഇതിൻ്റെ അകത്താണെങ്കിൽ
ഒരു കുറേ തിന്നാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ട്. ഈ ബട്ടണാക്കിയാൽ മതി. ഓക്കെ, ബട്ടണൊക്കെ ഇട്ടിട്ട് നമുക്കിനി അകത്തോട്ട് പോകാം. കുറേ വർഷമായി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട്, പല വർഷങ്ങളാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. പ്രശ്നമില്ല, ഈ പ്രാവശ്യം നമുക്ക് പോവാം. ഓക്കെ, അവിടെ എന്താണ് കാണുന്നത്? ഓക്കെ, ഇത് ഭൂമിൻ്റെ അടിയിലുള്ളതുകൊണ്ട് വേറെ നടക്കുന്നൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഈ ഡോർ തുറക്കാം. ആരെങ്കിലും വന്നിനാ? ഇല്ല, ഈ സീക്രട്ട് പ്ലേസ് അങ്ങനെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റൂല. ഓക്കെ, ഇവിടെ ഓക്കെ നമുക്ക് ക്ലിയർ റൂട്ട് ക്ലിയറാ. പക്ഷെ നമുക്ക് ഇപ്പോൾ തന്നെ പോകാം ഇങ്ങോട്ടേക്ക്. ഓക്കെ, തുറക്കടാ. ഓക്കെ, ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഒന്ന് തുറക്ക്. ഓക്കെ, നമ്മൾ അകത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ? ഇല്ല ഇല്ല, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. വേണ്ടത്തെ വർഷമുണ്ട്. അയ്യോ ഒരാഴ്ച നിൽക്കാൻ തുടങ്ങിയിട്ട് എപ്പോഴും അമ്മ ഇവിടുന്ന് വിടാൻ പറ്റുമോ? അയ്യോ, ഇവിടുന്ന് എക്സസൈസ് ഒന്നും ചെയ്യാം. വെറുതെ കിടക്കുമ്പോൾ കയ്യൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നു. അമ്മേ, എന്താണ് തുള്ളിക്കൊണ്ടിരിക്കുന്ന ഈ നായി? ഇതിനൊക്കെ ഉള്ള നമ്മൾ പെട്ടത് തന്നെ. ശരി, ഇപ്പോൾ പറഞ്ഞ കാര്യമൊന്നുമില്ല. അയ്യോ അമ്മേ, ഇനി എനിക്ക് വയ്യ. ഇനി എക്സസൈസ് ചെയ്യാനൊന്നും എനിക്ക് വയ്യ. ഇത് തുറക്കാൻ പറ്റിയ സൂപ്പറായിരിക്കും. തുറക്കാനേ പറ്റുന്നില്ല. ലക്കി എന്താ പറയുന്നത്? നിന്നെ കൊണ്ട് തുറക്കാൻ പറ്റുമോ? നോക്കണമെന്ന് നീ നോക്കി നിനക്ക് ഇത് വിജയിക്കാൻ പറ്റും ചിലപ്പോൾ. തുറക്കടാ, തുറന്ന് നോക്ക്. എടാ, എന്താണിത്? ഈ തുറന്നല്ലോ. തുറന്നുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് ഇപ്പം തന്നെ പോവാം. ഓക്കെ, നമ്മൾ ഇപ്പം തന്നെ പോവാം. ഓക്കെ, എന്താണ് ഒരു പോലീസും ഇല്ല. എന്തോ ഒരു ഉൾക്കുത്തുണ്ട് ഇതിനെ പിന്നിൽ. പോലീസൊക്കെ സാൻഡ് സ്റ്റോമിൽ തടയുന്നതായിരിക്കുവാ. അറിയില്ല, നമുക്ക് ഇപ്പം തന്നെ പോവാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ തന്നെ പോവാം. ഓക്കെ, നമുക്ക് പോവാം. ഓക്കെ, ഏത് ഡോറാ? ഈ ഡോർ തന്നെ ആയിരിക്കും. യെസ്, ഈ തന്നെയാണ്. എടാ, നമുക്ക് മേലെ പോവാം. എടാ, ഇത് മണ്ണല്ലേ? അപ്പോൾ ഇവര് അവിടെ ആ സാൻഡ് സ്റ്റോമിൻ്റെ മണ്ണിനെ തടയുക. അപ്പോൾ തടയുന്ന ഇവരൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഇവരിപ്പോൾ ഇവിടെ ബിസിയായിട്ടാണല്ലോ. നമുക്കിപ്പോൾ തന്നെ നമുക്ക് ഈ ചാൻസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പുറത്തോട്ട് ചെന്നേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പണിയാണ് കേട്ടോ. ഓക്കെ, അവർ ബിസിയാണ്. നമുക്ക് ഇവിടെ ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം. ഇതിൻ്റെ ടോപ്പ് ഫ്ലോർ പോയി നമുക്ക് എങ്ങനെയെങ്കിലും എടുത്ത് രക്ഷപ്പെടാൻ പറ്റൂ. ശരി, വാടകയ്ക്ക് നോക്കിയപ്പോൾ തന്നെ പോ. ശബ്ദമുണ്ട്. അവൻ വിചാരിച്ചിട്ട് അവിടെ ഒരു പോലീസുകാരനുണ്ട്. അവൻ അങ്ങോട്ടേക്കൊന്ന് ആ സാൻഡ് സ്റ്റോൺ വരണമെന്ന് വെച്ചത് കൂട്ടുന്ന. ഇപ്പോൾ തന്നെ പോയിട്ട് അവന് മോട്ടത്തരയ്ക്കുന്ന ഒരു അടിക്കുക. ഓക്കെ, മോട്ടത്തരയിൽ തന്നെ ഒരു അടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ തന്നെ പോവാം. ഓക്കെ, ലക്കി വാ. സമയമില്ല, പെട്ടെന്ന് വാ. ഓക്കെ, പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ചിലപ്പോൾ കറക്റ്റ് പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ ഇവിടെ നിന്ന് എൻഡ് ചെയ്യാനാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മെല്ലെ പോ. ഓക്കെ, നമ്മൾ മെല്ലെ കയറിയിട്ടുണ്ട്. ഓക്കെ, കയറി. എന്താണിത്? എത്ര ബലമായ കാറ്റാ! ഇത്ര ബലമായ കാറ്റ് ഇതിലേക്ക് നമ്മൾ ഇത്ര ബലമായ കാറ്റ് നമ്മൾ ലോസ് എടുത്തിട്ടില്ലല്ലോ. എന്തോ നടക്കുന്നു. ഒരു ആഴ്ച ഡെയിലിനകത്ത് കിടന്നിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഫുള്ളായിട്ട് എല്ലാം പോയി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മേലെ അത് ചെയ്യുന്നേ. നമുക്കിപ്പോൾ താഴോട്ട് ഇറങ്ങാം. നമ്മളിപ്പോൾ ഇവിടെ താഴ്ത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങി. ഓക്കെ, ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പ്രശ്നമില്ല. നമുക്കിപ്പോൾ തന്നെ പോവാം. ഓക്കെ, അതാണ് നല്ലത്. ശരിയാണ് വിലക്കി. നമുക്കിപ്പോൾ തന്നെ ഈ ചാൻസ് ഉപയോഗിച്ച് നമുക്ക് താഴോട്ടേക്ക് ഇറക്കാം. ഓക്കെ, എന്താണ് ഇവിടെ നടക്കുന്നത്? നല്ല ബലമായ കാറ്റ് തന്നെയാണ്. ഇതാക്കി വാ. ഇവിടെ വല്ലത് വണ്ടി കിട്ടിയാൽ നമുക്കിപ്പോൾ തന്നെ പോവാം ഇവിടുന്ന്. കാരണം നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിൽ പോയിട്ട് ഇത് ഓക്സിജൻ കിട്ടത്തില്ല. വാ നമുക്കിപ്പോൾ തന്നെ ഒരു ഓക്സിജൻ കിട്ടുന്നൊരു മാസ്ക് ഉണ്ട്. ആ മാസ്ക് നമുക്കിപ്പോൾ തന്നെ ധരിക്കാം. അതിന് ഓക്കെ ഒരു വണ്ടിയുണ്ട്. ഈ വണ്ടി നിർത്തിയിട്ട് പോകാം. എനിക്ക് പെട്ടെന്ന് നോക്കേറ്. നമുക്കിപ്പോൾ തന്നെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് മാസ്ക് എടുത്തേ പറ്റത്തുള്ളൂ. മാസ്ക് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ ലെവൽ ഇവിടെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പോകാനൊക്കെ നോക്കിയപ്പോൾ തന്നെ പോവാം. ഓക്കെ, ഇവിടെ നല്ല ലക്കിക്കോ വരുന്നുണ്ട്, എനിക്കും വരുന്നുണ്ട്. ലക്കിക്കോ എനിക്ക് വേണ്ടിയിട്ട് ഒരു മാസ്ക് ഉണ്ട്. ആ മാസ്ക് നമുക്ക് വീട്ടിൽ പോയിട്ട് കിട്ടത്തുള്ളൂ. ലക്കിൻ്റെ കയ്യിൽ ഒരു മാസ്ക്. ഇവിടെ ലക്കി ഒരു മാസ്ക് കടിച്ചു വെച്ചിട്ടുണ്ടാ. ലക്കി നീ കേട്ടോ, നമുക്ക് വീട്ടിൽ പോയിട്ട് എൻ്റെ മാസ്ക് ഇടാം. ഓക്കെ, പട്ടികൾക്ക് അത്ര സമയം വെക്കാൻ പറ്റില്ല. എന്താടാ, അതിൻ്റെ വേറെ റോഡേ ഇല്ലാണ്ട് മണ്ണ്. അയ്യോ, നമ്മളെ വീട് എങ്ങനെ കണ്ടുപിടിക്കുക?
ഈ റോളാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം നമ്മൾ വീട് എവിടെയാന്ന്. പക്ഷേ അയ്യോ അതെന്താടാ, അയ്യോ ഞാൻ ജസ്റ്റ് മിസ് മേടിച്ചു പോയി. ശരി നമുക്ക് ഇവിടെ പോവാം. ഓക്കെ നമ്മൾ സിറ്റിക്ക് എന്താ ആയെന്ന് നോക്കിയാട്ടെ. എന്തോ നമ്മുടെ സിറ്റിക്ക് വലിയൊരു പ്രശ്നം തന്നെയാണിത്. ഈ പ്രശ്നത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് തടഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. ഓക്കെ നമുക്ക് ഇപ്പോൾ തന്നെ തടയണം. ആ തടയണമെങ്കിൽ എന്താ ചെയ്യാന്ന് അറിയുന്നില്ല. ഓക്കെ എനിക്ക് ശ്വാസം കേട്ടാ തുടങ്ങില്ല. എനിക്ക് ചെറുങ്ങനെ ശ്വാസം കിട്ടത്തുള്ളൂ. എന്തെങ്കിലും ഒന്ന് ചെയ്ത് നമുക്ക് ശ്വാസം ഒന്നുകൂടി എടുക്കുക. ചെറുങ്ങനെ ശ്വാസം കിട്ടുന്നുണ്ട്. നമ്മൾ കുറച്ച് മരമൊക്കെ ഇടുന്നുണ്ട്. മേലെ ഹെലികോപ്റ്റർ ഇറക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ശരി പ്രശ്നമില്ല, നമുക്കിപ്പം പോവാം. ഓക്കെ കുറേ ബിൽഡിങ് ഇതിൻ്റെ അകത്ത് പെട്ടുപോയി കേട്ടാ. ശരി അയ്യോ ഇവിടെ എന്തോ പെട്ടെ. അയ്യോ ഇവിടെ നിന്ന് പുറത്തോട്ട് പട്ടാരം വണ്ടിയോടേക്ക്. ഓക്കെ ഓക്കെ നമുക്ക് ഇപ്പം തന്നെ പോവാം. സമയമില്ല ഇനി കുറച്ച്. അതാ ഓ അത് ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി കേട്ടാ. ഇത് ഓരോ സെക്കൻഡ് നമ്മൾ പുറത്തോട്ട് ആഴ്ന്നോണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇത് പ്രശ്നം തന്നെയാണ്. ഇതെന്താ ഇത് നമ്മളെ വീടിനടുത്തുള്ള ചർച്ചല്ലേ, അത് നമ്മൾ വീടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ വീട് പോയി. ഇവിടെ എല്ലാ സ്ഥലവും അങ്ങോട്ടേക്ക് ഫുള്ളായിട്ട് മണ്ണിനടിയിൽ പൊതിഞ്ഞു. അതാണ് നമ്മളെ വീട്. നമ്മളെ വീട് കാൽപ്പകുതി മണ്ണ് മൂടി. ഓക്കെ നമ്മൾ മണ്ണ് മൂടി കേട്ടോ. നമ്മളിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ ഗൈസ് അകത്തൊക്കെ മണ്ണ് കയറിയാണെന്ന് തോന്നുന്നത്. അയ്യോ എൻ്റെ ബൈക്ക്, എൻ്റെ കാറ് അവിടെ തന്നെ ഉണ്ടാവുക. അവിടെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ ബൈക്കിനടുത്ത് പറഞ്ഞ കാര്യമില്ല. ഇതൊക്കെ മണ്ണിനടിയിൽ പൊതഞ്ഞു പോയി. നമ്മൾ കാർ ഷെഡിനകത്തുള്ള ബൈക്ക് അതും പൊതഞ്ഞു പോകുന്ന തോന്നുന്നു കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ. ശരി നമുക്കിപ്പോൾ തന്നെ കയറും. ഓക്കെ എന്താടാ എടാ ഇതിൻ്റെ അകത്ത് ഫുള്ള് മണ്ണാണല്ലോ. ഈ മണ്ണൊക്കെ കളഞ്ഞിട്ട് എങ്ങനെ അകത്തോട്ട് കയറുക? ഓക്കെ ഇവിടെ സ്ഥലം ഉണ്ടാവുക. ഇവിടെ തുറന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ എങ്ങനെ ഇതിലോട്ട് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് എവിടെ പോയത്? ഇവിടെ അകത്ത് മണ്ണൊന്നും കാണാനില്ലല്ലോ. ഓക്കെ അവിടെ ചെറുങ്ങനെ പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ നമ്മളിപ്പോൾ ഇതൊക്കെ കുറേ സ്ഥലത്ത് മണ്ണൊക്കെ വീണില്ല. പക്ഷെ ഓക്സിജൻ മാസ്ക് നമ്മൾ അതാണുള്ളത്. ഓ ഗൈസ് അത് തിരിച്ചു വരാൻ തുടങ്ങി. നമ്മളിത് ഇവിടെ ഉള്ള സമയമൊക്കെ നമുക്ക് സേഫ് അല്ല. നമുക്കിപ്പോൾ തന്നെ പോകാം. ഓക്കെ ഇങ്ങോട്ടേക്ക് കയറി. ഓക്കെ എനിക്ക് ഓക്സിജൻ മാസ്ക് കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് ഇവിടെ തന്നെ തറോട്ടേക്ക് ഇറങ്ങാം. ഓക്കെ ഇത് പൊട്ടിക്ക് ഇതൊക്കെ എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ നമ്മൾ കയറിയിട്ടുണ്ട്. അയ്യോ അകത്തൊക്കെയാണ് മണ്ണിൻ്റെ പുറയിൽ തന്നെ. ഇവിടെ എവിടെ തന്നെയാണ് മാസ്ക് ഉണ്ടാവുക? മാസ്ക് കിട്ടണേ ദൈവമേ. അയ്യോ ഇവിടെ ഒന്നുമില്ലല്ലോ മാസ്ക്. ഇവിടെ തന്നെ എവിടെയെങ്കിലും കേട്ടോ മണ്ണിനടിയിൽ. എനിക്കത് ഉണരാൻ പറ്റുന്നുണ്ട്. മാസ്ക് ഇതിൻ്റെ അകത്ത് തന്നെ എവിടെയോ ഉണ്ട്. നമുക്കിപ്പോൾ തന്നെ ഇതെടുക്ക്. നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് മാത്രം എനിക്കറിയാം. ഇവിടെയൊക്കെ നമുക്ക് തോണ്ടിയിട്ടേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. അങ്ങനെ ഓക്കെ മാസ്ക് കിട്ടിയാ? ഇല്ലല്ലോ മാസ്ക് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇവിടെ മാസ്ക് ഇട്ട് കൊടുക്കണം. ഇവിടെ മാസ്ക് ഉണ്ട്. ഓക്കെ മാസ്ക് ഇവിടെ ഉണ്ട്. ഒരു പ്രശ്നമില്ല. നമുക്കിത് ഇങ്ങോട്ടേക്ക് പോകാം. ഓക്കെ നമുക്കിപ്പോൾ ശ്വാസം കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ശ്വാസം കിട്ടിയതുകൊണ്ട് പ്രശ്നമില്ല. ലക്കിനൊക്കെ ശ്വാസം കിട്ടുന്നുണ്ട്. ഇല്ല ലക്കി അത് മാസ്ക് കഴിച്ചോന്ന്. മാസ്ക് സ്റ്റാൻഡ് പവർ കൊണ്ടാവില്ല. നമുക്കിപ്പോൾ ഏതെങ്കിലും ബിൽഡിങ്ങിനകത്ത് കയറും. ആ ബിൽഡിംഗ് ഏതാണെന്ന് എനിക്കറിയാം. അത് നമ്മൾ മെയ്സ് ബാങ്കിനകത്ത് പോയാൽ നമുക്ക് സേഫ് തന്നെ കേട്ടോ ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഷട്ടറൊക്കെ പൂട്ടിയാൽ മതി. നമുക്ക് സേഫാണ്. പക്ഷേ അവിടുത്തെ ആൾക്കാർക്ക് അതൊന്നും അറിയില്ല പ്രോസസ്സ്. നമുക്ക് ഇവിടെ തന്നെ പോകാം. അയ്യോ ഈ സമയം നോക്കിയിട്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ കാറ്റടിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാനും പറ്റുന്നില്ല. ശരി എങ്ങനെയെങ്കിലും നമുക്ക് കയറാം. ഓക്കെ നമുക്ക് കുറച്ച് സമയം കൂടി നമ്മളിവിടെ നമ്മളെ കഥ തീർന്നു. ഓക്കെ എത്തിയുണ്ട്. ഓക്കെ നമ്മളിത് എടുത്തെത്തിയുണ്ട്. ഓക്കെ ബിൽഡിംഗ് എവിടെയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് സിമിയൻ്റെ ഷോറൂം അല്ലേ? അപ്പോൾ ഇവിടെ തന്നെ എവിടെയെങ്കിലും അതുണ്ടോ മെയ്സ് ബാങ്ക്? ആ മെയ്സ് ബാങ്കിൻ്റെ ബിൽഡിങ്
അത് ഇവിടെ തന്നെ എവിടെയോ ഉണ്ട്. അയ്യോ ഇവിടെ കുറേ കല്ല് വീണ് ഈ മരുഭൂമി പോലെ ഉണ്ടല്ലോ. ഈ ലോസ് ആൻഡോസ് സിറ്റിനെ ഒരു മരുഭൂമിയാക്കി തന്നല്ലോ. ഓ നമ്മളെ പഴയ വീടൊക്കെ ഇനി താഴെയാണല്ലോ കേട്ടോ. അയ്യോ അവരൊക്കെ രക്ഷ കെട്ടിയിരിക്കണം. ശരി പ്രശ്നമില്ല, നോക്കിയപ്പോൾ തന്നെ ഓക്കെ ഇങ്ങോട്ടേക്ക് പോ ഇങ്ങോട്ടേക്ക് പോ. ഓക്കെ ഓക്കെ വന്നിട്ട് ഓക്കെ നമ്മൾ എത്തിയുണ്ട്. അയ്യോ അമ്മേ പ്രശ്നമില്ല. ഓക്കെ നമ്മൾ ഇങ്ങോട്ട് വരും. ഓക്കെ നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. ഓക്കെ കുറച്ചുകൂടി സമയം. ഓക്കെ എവിടെ പോയി മേസ്റ്റ് ബാങ്ക്? ഈ മേസ്റ്റ് ബാങ്ക് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് കുറേ സമയം പിടിക്കുന്നതാണ് തോന്നുന്നത്. ഓക്കെ ഓക്കെ നമ്മളെത്തിയിട്ടുണ്ട്. ഓക്കെ ഇതിലേക്ക് കയറി. ഓക്കെ നമ്മളെത്തിയിട്ടുണ്ട് കേട്ടോ. തുറക്ക്. ഓക്കെ ഇതാ ഇവിടെ കുറേ ഇതുണ്ട്. ഓക്കെ ഇതൊരു വീടാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ വീടൊക്കെ പണിയാൻ തുടങ്ങിയ ശരി പ്രശ്നമില്ല. ഓക്കെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ നമുക്കിതാ ഇത് വീടാണെന്ന് തോന്നണം. പ്രശ്നമില്ല, നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാവും നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട്. ഒരു മിനിറ്റ് സാൻഡ് സ്റ്റോൺ വരുന്നുണ്ടോ? ആ ഗൈസ് കുറച്ച് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ കുറേ ഉണ്ട്. ഓക്കെ പ്രശ്നമാണ്, നമ്മൾ സേഫാണ്. ഓക്കെ പക്ഷെ സാൻഡ് സ്റ്റോം എപ്പോഴാണ് വരാമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നോർമലാ. ഇപ്പോൾ സാൻഡ് സ്റ്റോം വരുന്ന പോലെ ഒന്നും തോന്നില്ല. പക്ഷെ എപ്പോഴൊന്നും അങ്ങനെ ഉണ്ടാവില്ല. എപ്പോൾ സാൻഡ് സ്റ്റോം വരും? അതാ സാൻഡ് സ്റ്റോം വരുന്നുണ്ട്. ഇപ്പം നമ്മൾ രക്ഷപ്പെടുക. ഹാ ഇപ്പോഴാണ് ആലോചിക്കുന്നത് ഷട്ടർ. ആ ഷട്ടറിൻ്റെ ബട്ടൺ എടുത്തു. അത് ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. അതാ ഓക്കെ ഈ ബട്ടൺ നോക്ക്. ഓക്കെ എല്ലാം കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ മൈക്കിളും ട്രവറും പിന്നെ മൈക്കിളൊക്കെ അവിടെ സേഫായിട്ട് തന്നെ ഉണ്ടാവും തോന്നുന്നു. എന്താണ് നമ്മൾ സിറ്റിക്കായത്? നമ്മളപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു രക്ഷപ്പെട്ടു. ഈ ഫ്ലൈറ്റ് നമുക്ക് വേറൊരു രാജ്യത്ത് പോകാം. വേറൊരു രാജ്യമല്ല സോറി വേറൊരു സിറ്റിയിലോട്ട് പോകാം. എന്നാലും നമ്മൾ സിറ്റിക്ക് എന്തെങ്കിലും എന്തായാലും നമുക്കറിയില്ല. എൻ്റെ ഫ്രണ്ട് മൈക്കിളും ട്രവറും അല്ല ഫ്രാങ്ക്ലിനും ട്രവറും സേഫായിട്ടുണ്ടാവും. പ്രശ്നമില്ല. ഓക്കെ നമുക്ക് ഈ സർവൈവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ നമുക്കിപ്പോൾ തന്നെ പോവാം. ഓക്കെ നമ്മൾ പോവാം. ഓക്കെ ഓക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ സൂപ്പറായിട്ട് ഇരിക്കുമായിരിക്കും. ശരി നോക്കിയപ്പോൾ തന്നെ പോവാം. ഓക്കെ കുറച്ചുകൂടി സ്പീഡിലൂടെ ആ മണ്ണ് നമ്മളെ ഈ ജെറ്റിൽ വീണാ പിന്നെ നമ്മൾ ജെറ്റിൽ കയറിച്ച് ഒരു തീരുമാനം. ഓക്കെ നമുക്ക് ഇപ്പോൾ തന്നെ അവിടെ നിന്നോട്ട് പോകണം. പിന്നെ ആരെങ്കിലും ലൈക്ക് അടിക്കുക. ഇതേ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടിയാണ് നമ്മൾ ഇതിനെ മറക്കാണ്ട് സബ്സ്ക്രൈബും ചെയ്തിട്ട് പോകണേ. ഓക്കെ അപ്പോൾ നമ്മൾ ഇതേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. ബൈ.